പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കും. നറുക്കെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് വരണാധികാരി എടുത്തു. KV ശ്രീദേവി കോട്ടാങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റാകും. ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ SDPI ആരെയും പിന്തുണച്ചില്ല. ഷിജോ കുര്യനാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ഷിജോ, നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസമെല്ലാം നടന്നത്. ഇപ്പോൾ ഒടുവിൽ അത് കോൺഗ്രസിന് തന്നെ ആ ഭരണം ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിലനിന്നിരുന്നു. വലിയ തരത്തിലുള്ള ആകാംക്ഷ നിറഞ്ഞിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കോട്ടാങ്ങൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ ആർക്കാണ്, അവിടെ ആരെ പിന്തുണയ്ക്കും, അവിടെ ആര് ഭരിക്കും എന്നുള്ളതൊക്കെ വലിയ ആകാംക്ഷയായിട്ട് നിറഞ്ഞു നിന്നിരുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ KV ശ്രീദേവി അവിടെ മത്സരിക്കുകയും KV ശ്രീദേവിനെ SDPIയുടെ 3 അംഗങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രസിഡന്റായിട്ട് ജയിച്ചു. പക്ഷേ SDPI പിന്തുണച്ചതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് രാജിവെച്ച് പിന്തിരിഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 കക്ഷികൾ, അവിടെ 14 സീറ്റാണ് പഞ്ചായത്തിലുള്ളത്. അതിനകത്ത് 5 സീറ്റ് UDFനും 5 സീറ്റ് BJPക്കും 3 SDPIക്കും 1 സീറ്റ് CPMനുമാണ് ഉണ്ടായിരുന്നത്. CPM വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനകത്ത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് വീതം നേടി BJPയും UDFും തുല്യത പാലിക്കുന്നു. 3 സീറ്റുമായി SDPI നിൽക്കുന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ SDPI പിന്മാറുന്നു, അല്ലെങ്കിൽ SDPI ഒഴിവാക്കിക്കൊണ്ട് BJPയും UDF തമ്മിൽ മാത്രം മത്സരം നടക്കുന്നു. അവിടെയും തുല്യത പാലിക്കുന്നു. പിന്നീടാണ് നറുക്കെടുപ്പിലേക്ക് പോയത്. നറുക്കെടുപ്പിലേക്ക് പോയപ്പോൾ ഭരണാധികാരി കോൺഗ്രസിന്റെ KV ശ്രീദേവിയുടെ പേരാണ് എടുത്തത്. അങ്ങനെ KV ശ്രീദേവി കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റാകും. കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടാങ്ങലിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഭരണാധികാരി തെരഞ്ഞെടുത്ത ആളുടെ പേരല്ല അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്നീട് പരിഗണിച്ചത്. അതിനെതിരെ SDPI പരാതി അടക്കം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് അത് അസാധുവാക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ KV ശ്രീദേവിയുടെ പേര് നറുക്കെടുപ്പിൽ ഭരണാധികാരി എടുത്തു. അങ്ങനെ KV ശ്രീദേവി കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുമെന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നത്. നറുക്കെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് വരണാധികാരി എടുക്കുകയായിരുന്നു. KV ശ്രീദേവിയാണ് കോട്ടാങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.